ഹായ്, ഇന്നത്തെ യാത്ര രാജീവ് ഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കല്ലേക്കാട് പാലക്കാടേക്കാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു RO പ്ലാന്റ് ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഈ ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മളൊരു RO പ്ലാന്റ് വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാം. ഇതാണ് ഞങ്ങളുടെ RO പ്ലാന്റ്. NES എന്നുള്ളത് ഞങ്ങളുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ്. നെക്സ്റ്റ് ജെൻ എൻവിറോ സൊല്യൂഷൻസ് എന്നുള്ളത് ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമാണ്. ഫസ്റ്റ് കാണുന്നത് പാനലാണ്, ആസ്ട്രോ പാനൽ എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ ഇൻ ഔട്ട് മീറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്, റിജക്റ്റ് വാട്ടർ എത്ര പോകും, നമുക്ക് പ്യുവർ വാട്ടർ എത്ര കിട്ടും എന്നുള്ളതെല്ലാം നമുക്ക് മെഷർ ചെയ്യാനുള്ള റീഡിങ്സ് ഒക്കെ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഒരു പമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ആ പാനൽ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന കണക്ഷൻസാണ് ഈ കാണുന്നത് എല്ലാം. ഇതിൽ നിന്നും നമ്മൾ പ്യൂരിഫൈ ചെയ്ത വെള്ളം, RO വെള്ളം നമ്മൾ അടുത്ത് തന്നെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് പ്യുവർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട്. ആ പ്യുവർ വാട്ടർ ടാങ്കിലേക്ക് ഈ RO വെള്ളം കളക്ട് ചെയ്യും. ഈ വെള്ള നിറത്തിൽ കാണുന്ന ടാങ്കാണ് നമുക്ക് RO വെള്ളം കളക്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഈ ബ്ലൂ കളറിൽ കാണുന്ന ടാങ്കിലേക്ക് റോ വാട്ടർ, ശുദ്ധീകരിക്കാത്ത വെള്ളം അവിടെ സ്റ്റോർ ആവും. ആ സ്റ്റോറായ വെള്ളമാണ് നമ്മൾ പ്യൂരിഫിക്കേഷന് കൊടുക്കുന്നത്. ഇതിവിടെ തന്നെ ഉള്ള മറ്റൊരു RO സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇനി ഈ സിസ്റ്റവും ഈ രണ്ട് സിസ്റ്റവും കൂടി വർക്ക് ചെയ്യും. ഒന്ന് സ്റ്റാൻഡ് ബൈ ആയിട്ടാണ്, ഒന്നിനെന്തെങ്കിലും ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മറ്റേ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സിസ്റ്റം വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഡയാലിസിസ് യൂണിറ്റിനുള്ള സിസ്റ്റംസാണ്. അപ്പോൾ അതിലൊരിക്കലും ഫെയിലിയർ വരാൻ പാടില്ല, അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് സിസ്റ്റംസ് കാണുന്നത്. ഇത് പഴയ സിസ്റ്റമാണ്, ആ പഴയ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള പുതിയ സിസ്റ്റമാണ്. ഇതും വർക്ക് ചെയ്യുന്ന സിസ്റ്റം തന്നെ ആണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇനി ഇതിലേക്കുള്ള കണക്ഷൻസ്, ഈ വെള്ളം, ആ നമ്മൾ ബ്ലൂ കളറിലുള്ള ടാങ്ക് കണ്ടുവല്ലോ, ആ ബ്ലൂ കളറിലേക്കുള്ള ടാങ്കിലേക്ക് വരുന്ന വെള്ളം, അത് ഇവിടെ കുറേ ഫിൽറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ ഫിൽറ്റർ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇത് ഒന്ന്, ഇനി അടുത്ത ഫിൽറ്റർ, ഇത് രണ്ടാമത്തെ ഫിൽറ്റർ, പിന്നെ മൂന്നാമത്തെ ഫിൽറ്റർ, ഇനി ഒരു ഫിൽറ്ററും കൂടി ഉണ്ട്. ഇങ്ങനെ 4 ഫിൽറ്ററുകൾ നിരന്ന് വെച്ചിട്ടുണ്ട്. ആ 4 ഫിൽറ്ററുകളിൽ കൂടിയിട്ട് ഉള്ള വെള്ളമാണ് നമുക്ക് ആ നീല ടാങ്കിലേക്ക് വന്നത്. ഇത് ഈ വെള്ളം, ഈ ബ്ലാക്ക് ടാങ്കിൽ കാണുന്ന വെള്ളമാണ് നമ്മൾ ആ 4 ഫിൽറ്ററിൽ കൂടിയിട്ട് വന്നിരിക്കുന്നത്. ആ ടാങ്കിലേക്ക് പമ്പ് ചെയ്യാനുള്ള പമ്പിംഗ് ആണ്. ഇവിടെയും എല്ലാം സ്റ്റാൻഡ് ബൈ കാണും, 2 പമ്പുകൾ എല്ലാറ്റിലും. എന്താ കാരണം പറഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് എപ്പോഴും വേണം. പിന്നെ ഒരു UV ട്യൂബ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 100% സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഡയാലിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റം. ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നു.